എല്ലാ ചോദ്യത്തിനും എഴുന്നേറ്റ് നിൽക്കാൻ ഞാനൊരു യോഗാഭ്യാസിയല്ല. അതുകൊണ്ട് ഡിബേറ്റിന്റെ സാമാന്യ മര്യാദ അനുസരിച്ച് ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കണം. അതിനുശേഷമാണ് എന്നോട് ചോദിക്കേണ്ടത്. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ആ സുഹൃത്തിനെ ദുഃഖിപ്പിക്കരുത് എന്നതുകൊണ്ട് ഞാൻ അതിന്റെ മറുപടി പറയാമെന്ന് കരുതിയ. ഉൽപ്പത്തി മുതൽ മലാഖി വരെ എന്ന് പറഞ്ഞ ഒറ്റ വാചകത്തിലങ്ങ് വിടുക. മത്തായി തൊട്ട് വെളിപ്പാട് വരെ ഒരൊറ്റ വിടല്. എന്താ അതിനകത്തുള്ളത്? ഒരു കൊട്ടേഷൻ പോലും ഉണ്ടായിരുന്നല്ലോ. യേശുക്രിസ്തു കന്യകയായി ജനിക്കുമെന്നും അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നും അവൻ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുമെന്നും രക്തം കൂടാതെ വിമോചനം ഉണ്ടാവുകയില്ല എന്നും വളരെ വ്യക്തമായി വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. യാഗങ്ങൾ തന്നെ സൂചിപ്പിച്ചിരുന്നത് യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പരമയാഗത്തിന്റെ നിഴലാണ്. യാഗങ്ങളിലൂടെ തന്നെ താൽക്കാലിക ശാന്തി മാത്രമേ ലഭിക്കുകയുള്ളൂ. സമ്പൂർണമായ യാഗം കിട്ടണമെങ്കിൽ താൽക്കാലിക യാഗം മാറി നിത്യമായ യാഗം ആവശ്യമാണെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയുണ്ടായി. എന്ന് തന്നെയല്ല, അത് വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. അപ്പൊ പഴയ നിയമം പുതിയ എന്ന് പറഞ്ഞാൽ ഒരു പഴയ നിയമം, ഇതൊരു പുതിയ നിയമം, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. പഴയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് മുൻപുള്ള പുസ്തകങ്ങളാണ്, ചരിത്രമാണ്. യേശുക്രിസ്തുവിന്റെ മുൻപുള്ള ചരിത്രത്തിൽ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും അവന്റെ ജനനത്തെക്കുറിച്ചും അവന്റെ ജീവിതത്തെക്കുറിച്ചും അവൻ ഒരുക്കാൻ പോകുന്ന രക്ഷാ പദ്ധതിയെക്കുറിച്ചും അവന്റെ അധ്വാനത്തിന്റെ ഫലം അവൻ കാണുമെന്നുള്ള വളരെ വ്യക്തമായ പ്രവചനങ്ങൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ മനോഹരമായ പൂർത്തീകരണം പുതിയ നിയമത്തിൽ കാണുകയാണ്. ലേവ്യ പുസ്തകത്തിലേക്ക് എടുത്തു നോക്കുക. ലേവ്യ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അനേക യാഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. സമാധാനയാഗം, പെസഹായാഗം. പെസഹായാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാട്ടിൻ കുഞ്ഞിനെ വർഷത്തിലൊരിക്കൽ അവർ അർപ്പിക്കുകയാണ്. എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനോഹരമായി എഴുതി വെക്കുകയാണ്, നമ്മുടെ പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഇതിന്റെ അർത്ഥം ഇത്രയാണ്: യേശുക്രിസ്തു എന്ന് പറയുന്നത് പഴയ നിയമകാലത്തിലെ യാഗത്തിന്റെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിൽ ദൈവം യാഗങ്ങൾ നൽകിയപ്പോൾ മനുഷ്യനോട് പറയാൻ ദൈവം ആഗ്രഹിച്ച വസ്തുത, നിന്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന്റെ തന്നെ വളരെ വ്യക്തമായ വസ്തുത, രക്തം കൂടാതെ നിനക്ക് വിമോചനവുമില്ല. രക്തത്തിലൂടെയാണ് വിമോചനം നേടുകയുള്ളൂ എന്നുള്ള വ്യക്തമായ കൽപ്പന പഴയ നിയമത്തിലെ യാഗങ്ങൾ തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിലും രക്തം ആവശ്യമാണ് വിമോചനം നേടാൻ. രക്തം വിമോചനത്തിന് ആവശ്യമാണെങ്കിൽ ആ രക്തം നിത്യമായൊരു രക്തമായിരിക്കണം, ആ യാഗം നിത്യമായൊരു യാഗമായിരിക്കണം. അതുകൊണ്ട് നിത്യമായ യാഗത്തിനു വേണ്ടി യേശുക്രിസ്തു എന്ന സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ആ കാര്യം പറയേണ്ടത്. സുഹൃത്തിന്റെ വിശദീകരണം, അതിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട്, ഇസ്ലാമികമായി വിയോജിക്കുന്ന മേഖലകളുള്ളത് കൊണ്ട് സൂചിപ്പിക്കാം. ഒന്നാമതായി തന്നെ സുഹൃത്ത് പറഞ്ഞത്, പഴയ നിയമത്തിലുടനീളം വരാനിരിക്കുന്ന യേശുവിന്റെ നിയോഗത്തെയും ക്രൂശീകരണത്തെയും രക്തയാഗത്തെയുമെല്ലാം കുറിച്ച സൂചനകളുണ്ട്, പ്രവചനങ്ങളുണ്ട് എന്ന്. സത്യത്തിൽ അത്തരമൊരു പ്രവചനവും പഴയ നിയമത്തിലില്ല എന്നതാണ് സത്യം. എന്നാൽ പഴയ നിയമത്തിലെ ചില പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ചാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നേരാണ്. പലപ്പോഴും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രധാനമായും പറയാറുള്ള പ്രവചനം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ മത്തായി എടുത്തുദ്ധരിച്ചിട്ടുള്ള പ്രവചനം. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ പറയുന്ന പ്രവചനം, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുമെന്ന പ്രവചനം. ഇത് യേശുവിന്റെ ഈ കന്യകാജനനം യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതാണ്. ഇത് വരുത്താൻ വേണ്ടി സുവിശേഷകർത്താക്കൾ പരിശ്രമിക്കാറുണ്ട്. മത്തായിയും തന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ പരിശ്രമിച്ചു കാണുന്നു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? യെശയ്യാവിന്റെ പുസ്തകത്തിലെ പ്രവചനം ഒന്നൊരൽപ്പം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അത് യേശുവിനെ കുറിച്ചല്ല, അന്ന് തന്നെ പൂർത്തീകരിക്കപ്പെട്ട ഒരു സംഭവത്തിന്റെ ഒരു പ്രവചനം മാത്രമാണ് യെശയ്യായുടെ പ്രവചനം. അന്ന് തന്നെ ഈ
ഇമ്മാനുവേൽ എന്നൊരു വ്യക്തി ഉണ്ടായി എന്ന് യെശയ്യാവിന്റെ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ ആ പ്രവചനം, ഇതേപോലെ തന്നെ സുഹൃത്തവിടെ പറഞ്ഞ വീരനാം ദൈവം, അത്ഭുത മന്ത്രി എന്ന പ്രവചനം, അത് യേശുവിനെ കുറിച്ചാണ് എന്ന് യാതൊരു തെളിവുമില്ല. ഇതേപോലെ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ പഴയ നിയമ ഭാഗങ്ങൾ എടുത്ത് യേശുവിലാണ് എന്ന് ആരോപിച്ച് വരുത്തി തീർക്കുക എന്നല്ലാതെ യേശുവിന്റെ കുരിശുമരണത്തെയോ യേശുവിന്റെ ജനനത്തെയോ കുറിക്കുന്ന പ്രവചനങ്ങളൊന്നും തന്നെ പഴയ നിയമത്തിൽ കാണാൻ സാധ്യമല്ല. വ്യക്തമായി ഇവിടെ മുൻപേ സൂചിപ്പിച്ചതാണ്. ഇത് വളരെ ഗൗരവതരമായ ഒരു ആദർശപരമായ ചർച്ചയാണ്. ഈ ചർച്ചയെ ഗൗരവതരമായി കാണുവാൻ സന്നദ്ധമല്ലാത്തവർ ദയവ് ചെയ്തിട്ട് നമ്മൾ വേദിയിൽ നിന്ന് പോയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേവലം ആവേശം പ്രകടിപ്പിക്കാനോ വികാരം പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല, മറിച്ച് സത്യം എന്താണ് എന്നറിയാൻ വേണ്ടിയുള്ള ചർച്ചയാണ്, പരാമർശങ്ങളാണ്. ഇവിടെ വിമർശിക്കുന്നത് പോലെ സുഹൃത്ത് കുറെ ഖുർആനെ വിമർശിച്ചു, സ്വാഭാവികമായിട്ടും ബൈബിളിനെ ചില കാര്യങ്ങൾ ഞാൻ വിമർശിക്കുന്നു. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പരസ്പരം സത്യം അറിയാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ മാത്രമാണ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ അതുകൊണ്ട് നിങ്ങളത് ഇതെല്ലാം ഒരു വൈകാരികമായിട്ട് എടുത്ത് പരസ്പരം കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്താൽ ഈ പരിപാടി മുന്നോട്ടുണ്ടാകാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതിന്റെ ഡീസൻസിയിൽ നിങ്ങൾ എടുക്കുക എന്ന് അഭ്യർത്ഥിക്കണം. അപ്പൊ അതൊന്ന്. രണ്ടാമതായി കുരിശുമരണത്തിലൂടെയുള്ള മോചനം എന്ന സങ്കല്പം, അത് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ആദി പാപം, ആദാം ചെയ്ത ആദി പാപം വഴി ജനിതകപരമായി തന്നെ കുട്ടികളെല്ലാം എല്ലാവരും ആ പാപത്തിന്റെ സന്തതികളായി. സുഹൃത്ത് പറഞ്ഞു ജനിതകശാസ്ത്രപരമായി. ജനിതകശാസ്ത്രപരമായി പറഞ്ഞാൽ യേശുവും പാപിയാവും. കാരണം എന്താ വെച്ചാൽ ജനിതകമായി എന്നാൽ മാതാവിൽ നിന്നും ഉള്ളതും യേശുവും സ്ത്രീയുടെ സന്തതിയാണല്ലോ. യേശുവും സ്ത്രീയുടെ സന്തതിയാണ്. അപ്പൊ ആ നിലക്ക് സ്ത്രീയും പാപം ചെയ്തിട്ടുണ്ട്, യേശുവും പാപിയായി തീരുമെന്നത് മറ്റൊരു വശം. അങ്ങനെയെല്ലാം ശാസ്ത്രീയമായിട്ടെല്ലാം വ്യാഖ്യാനിച്ച ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ ഇങ്ങനൊരു ആദി പാപത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിനൊന്നും അറിയില്ല. കാരണം യേശു ക്രിസ്ത്യാനിയല്ലല്ലോ, യേശു മുസ്ലിമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആദി പാപത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിനൊന്നും അറിയില്ല. കാരണം യേശുവിനോട് എങ്ങനെ നിത്യജീവൻ നേടണം എന്ന് ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം നൽകുന്ന മറുപടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ ഒരു സംഭവമാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? ഈ സമയത്ത് ഏത് സമയത്തും ഈ ഉപമാലങ്കാരത്തിലൂടെ സംസാരിക്കുന്ന യേശു ക്രിസ്തു ഈ സമയത്ത് ഒരു സദസ്സിൽ നിന്നൊരു ശിശുവിനെ കണ്ട് വിളിക്കുകയാണ്, ഒരു ചെറിയ കുട്ടിയെ. ആ ശിശുവിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങളെല്ലാവരും മനസ്താപം വന്ന് ഈ ശിശുവിനെ പോലെയാകുന്നില്ലെങ്കിൽ ആരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്വർഗരാജ്യത്ത് ഏറ്റവും വലിയവൻ ഈ ശിശുവിനെ പോലെ മനപരിവർത്തനം വന്നവനാണ് എന്നാണ്. അപ്പൊ ഈ ശിശു അന്ന് വരെ യേശുവിന്റെ ക്രൂശീകരണം നടന്നിട്ടില്ല, നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ആദിപാപം എന്ന സങ്കല്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ശിശു പാപിയാണ്. ഈ ശിശുവിനെ പോലെയാകാനാണ് യേശു ക്രിസ്തു ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ആ ശിശുവിനെ പോലെയാകാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ശിശു പാപിയല്ല എന്നാണ് അതിനർത്ഥം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുട്ടികളെല്ലാം ജനിക്കുന്നത് ശുദ്ധരായിട്ടാണ്. പിന്നെ അവരെ പാപികളാക്കുന്നതും തോന്നിവാസികളാക്കുന്നതും എല്ലാം ആരാണ്? സമൂഹമാണ്, ചുറ്റുപാടാണ്, മാതാപിതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ആദിപാപം എന്ന സങ്കല്പം സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ പിൽക്കാലഘട്ടത്തിൽ വിശുദ്ധ പൗലോസിന്റെ ബുദ്ധിയിൽ ഉദിക്കുകയും അത് യേശുവിന്റെ ക്രൂശുമരണവുമായി കെട്ടിക്കൂട്ടിക്കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തതാണ്. സത്യത്തിൽ യേശു പഠിപ്പിച്ച മതത്തിൽ ഈ ആദിപാപ സങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നന്ദി. ഒരു അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് ആദ്യം ആരംഭിക്കാം. പഴയ നിയമത്തിൽ ജനിക്കുമ്പോഴേ ഒരു വ്യക്തി പാപിയായി ജനിക്കുന്നില്ല, അങ്ങനൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നെന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു.
അതൊരു പക്ഷേ വേദപുസ്തകത്തിൽ നിന്നുള്ള ആ വാക്യങ്ങൾ അദ്ദേഹം വായിച്ചു കാണില്ല എന്നതുകൊണ്ടാണെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് തന്നെ പറയുകയുണ്ടായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യ പാപമില്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു കാരണവശാലും വേദപുസ്തകം സമ്മതിക്കുകയില്ല. പഴയ നിയമത്തിലും തൗറാത്തും ഇഞ്ചിലും ഒരുപോലെ ഈ കാര്യം സമ്മതിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി വേദപുസ്തകം മാറ്റിവെച്ചാൽ ഇപ്പോൾ യുക്തി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യന് നൈസർഗികമായ 4 വാസനകളാണുള്ളത്. ഒന്നാമത്തെ നൈസർഗിക വാസന എക്സ്പ്ലോറേറ്റീവ് ഇൻസ്റ്റിങ്ക്ട്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള, പുതുമ തേടിയുള്ള ആ ഇൻസ്റ്റിങ്ക്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതെന്താ ഇതെന്താ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞെങ്ങനെ നമ്മളോടൊക്കെ ചോദിക്കും. പുതിയ കാര്യങ്ങൾ കാണാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ കണ്ടാൽ പോയി കയ്യങ്ങ് ഇടുന്ന ഒരു സ്വഭാവം നിങ്ങൾ പക്ഷേ കണ്ടു കാണും. പുതിയ കാര്യങ്ങളിൽ എന്ത് അനുഭവം കിട്ടും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പ്ലോറേറ്റീവ് ഇൻസ്റ്റിങ്ക്ട്. രണ്ടാമത്തെ നൈസർഗിക വാസനയാണ് റീപ്രൊഡക്റ്റീവ് ഇൻസ്റ്റിങ്ക്ട്, അടുത്ത തലമുറയെ ജനിപ്പിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്ട്. ഈ പറയുന്ന നൈസർഗിക വാസനകളെല്ലാം ദൈവം മനുഷ്യന് നൽകിയ നൈസർഗിക വാസനകളാണ്. ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും ഒരുപോലെയുള്ള നൈസർഗിക വാസനകളാണ്, ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട വാസനകളാണ് ഞാനിവിടെ പറയുന്നത് തന്നെ. അപ്പോൾ അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള വാസന. മൂന്നാമത്തെ വാസന സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്, ജീവിക്കണം എന്നുള്ള ആഗ്രഹം. ഭൂരിപക്ഷം മനുഷ്യരിലും, അല്ലെങ്കിൽ മാനസികമായ മരിക്കണമെന്ന ആഗ്രഹമുള്ള കുറച്ചുപേർ കാണുമായിരിക്കും, അങ്ങനെയല്ലാത്ത സാമാന്യ ബോധമുള്ള സകല മനുഷ്യർക്കും ഉള്ള ഒരു നൈസർഗിക വാസനയാണ് ജീവിക്കണം എന്നുള്ള ആഗ്രഹം, സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്. നാലാമതായി റെക്കഗ്നിഷൻ ഇൻസ്റ്റിങ്ക്ട്, എന്നെ അംഗീകരിക്കണം എന്നുള്ള ആഗ്രഹം. ഈ 4 ജന്മവാസനകൾ ഇല്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. ശാസ്ത്രീയമായി തന്നെ പറഞ്ഞാൽ ഈ 4 ജന്മവാസനകളും മനുഷ്യരിലുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എല്ലാ ഭൂമിയിലുള്ള സകല പാപങ്ങളും ഈ 4 നൈസർഗിക വാസനകളിൽ പാപം കലർത്തപ്പെട്ടിട്ടുള്ളതാണ്. ഉദാഹരണങ്ങൾ: എക്സ്പ്ലോറേറ്റീവ് ഇൻസ്റ്റിങ്ക്ട്, പുതുമ തേടിയുള്ള ആഗ്രഹങ്ങൾ. ഈ അടുപ്പിൽ കത്തുന്ന തീ ചുണ്ടത്ത് കത്തിയാൽ എങ്ങനെയിരിക്കും? ഒരു നൈസർഗിക വാസനയിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമാണ് അത്. അങ്ങനെ പുതുമ തേടിയുള്ള ആ നേട്ടം അത് ജന്മവാസനയിൽ നിന്നുള്ള കാര്യമാണ്. റീപ്രൊഡക്റ്റീവ് ഇൻസ്റ്റിങ്ക്ട്, അടുത്ത തലമുറയെ ജനിപ്പിക്കണം എന്നുള്ള ആഗ്രഹം, നൈസർഗിക വാസന, ജന്മവാസനയാണ്. അതിൽ നിന്നാണ് വ്യഭിചാരം തുടങ്ങിയ സകല പരിപാടികളും ഉണ്ടാകുന്നത്, പാപം ഉണ്ടാകുന്നത്. അപ്പൊ ആ പാപത്തിന്റെ ഒറിജിനൽ സ്ഥലം എവിടാ? ജന്മവാസനയെന്നാ. ജനിക്കുമ്പോൾ പാപമില്ലേ? സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്, എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം. ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്, ജീവിക്കണമെന്നുള്ള ഈ ആഗ്രഹം, അതിൽ നിന്നാണ് ഞാൻ മാത്രം ജീവിച്ചാൽ മതി, ചിലരില്ലേ, ഞാൻ വിശ്വസിക്കാൻ മാത്രം നടന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് കരുതുന്ന കുറെ പേരുണ്ടാവും. ഇത് ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നുണ്ടാകുന്ന പാപമാണ്. അപ്പോൾ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നുണ്ടാകുന്ന പാപം എവിടെ ഉണ്ടായിരുന്നു? ജന്മവാസനയിലുണ്ട്. റെക്കഗ്നിഷൻ ഇൻസ്റ്റിങ്ക്ട്, എന്നെ അംഗീകരിക്കണം എന്നുള്ള ആഗ്രഹം. ഈ റെക്കഗ്നിഷൻ ഇൻസ്റ്റിങ്ക്ട് സകല മനുഷ്യരിലുണ്ട്, കൊച്ചുകുട്ടികൾക്കും ഉണ്ട്. നമുക്കറിയാലോ, ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ SSLC പരീക്ഷയ്ക്ക് കണ്ടോ, എന്തൊരു അംഗീകാരമാണ്. അംഗീകരിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരിലുള്ള ജന്മവാസനയാണെന്ന് ശാസ്ത്രം തന്നെ തെളിയിക്കുന്നു. അപ്പോൾ ഈ ജന്മവാസനയിൽ നിന്ന് അംഗീകരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അസൂയ ഉണ്ടാവുന്നത്. എന്നെ അംഗീകരിക്കാണ്ട് വേറൊരാളെ അംഗീകരിച്ച അത് ശരിയായില്ല, എന്നെ അവർ അംഗീകരിച്ചില്ല. അസൂയ ഉണ്ടാവുന്ന എവിടുന്ന? ആ പാവം എവിടുന്ന ഉണ്ടാകുന്നത്? ജന്മവാസനയായ ജനിക്കുമ്പോഴേ ഉള്ള റെക്കഗ്നിഷൻ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ജന്മവാസനകളിൽ തന്നെ പാപം കലർന്നിട്ടുണ്ട് എന്ന സത്യം വളരെ വ്യക്തമാണ്. ഇനി ജന്തുശാസ്ത്രത്തിൽ നിന്ന് തന്നെ നോക്കുക. ഒരു പാമ്പ്, വിഷമുള്ള സർപ്പം ജന്മനാൽ വിഷമുള്ളതാണോ അല്ലയോ? തൃശ്ശൂർ ഞങ്ങൾക്കൊരു കാഴ്ചബംഗ്ലാവുണ്ട്. കാഴ്ചബംഗ്ലാവിനുള്ളിൽ പ്രസവിച്ച പാമ്പുകളുണ്ട്. അവൻ ഇതുവരെ ലോകത്ത് ഒരു മനുഷ്യനെയും കടിച്ചിട്ടില്ല. ഒരു മനുഷ്യനെയും കടിക്കാത്ത പാമ്പായ, കാരണം അതിന് ജനിച്ചത് തന്നെ അതിൻ്റെ ഉള്ളില. പക്ഷെ അതുകൊണ്ട് ആ പാമ്പിൽ വിഷമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ജനിക്കുമ്പോൾ അതിന് വിഷമുണ്ട്. അവസരം കിട്ടാത്തത് കൊണ്ട് പാപം ചെയ്തില്ല, അത്രയേ ഉള്ളൂ.
മനുഷ്യരിൽ ജന്മത്തിലാൽ പാപമുണ്ട്. പിന്നെ പലരും പുറത്തു കാണിക്കുക. കാരണം എന്താ? സമൂഹത്തോടുള്ള പേടി, അവസരം കിട്ടാത്തതിലുള്ള പേടി, മാതാപിതാക്കളോടുള്ള പേടി, മതത്തിലുള്ള പേടി, അങ്ങനെ കുറെ പേടികളുടെയും അനുസരണത്തിന്റെയും ഒക്കെ ഫലമായി മനുഷ്യൻ പുറത്തു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ജന്മനാൽ മനുഷ്യൻ പാപിയാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ജന്മനാൽ മനുഷ്യൻ പാപിയാണെന്ന് മനുഷ്യന്റെ നൈസർഗിക ജന്മവാസനകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതിയിൽ നിന്നും നമുക്കത് മനസ്സിലാകുകയുണ്ടായി. കർത്താവ് ശിശുവിനെ എടുത്ത് ഉദാഹരണം കാണിച്ചതായിട്ട് പ്രിയ സഹോദരൻ പറയുകയുണ്ടായി. ഒരു കുഞ്ഞിനെ എടുത്ത് നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10-40 വയസ്സുള്ള ആളോട് നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെ ആവണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിങ്ങിങ്ങനെ ചുരുങ്ങി ആ കുഞ്ഞിന്റെ ഷേപ്പിലാവണോ? ആ പറഞ്ഞതിന്റെ പിന്നിലൊരു അർത്ഥം സാമാന്യ ബുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത ഉണ്ടാകണം. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് ആ കുഞ്ഞിനെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു പക്ഷെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ആ കുഞ്ഞ് തന്റെ പിതാവിൽ 100% ഡിപ്പെൻഡന്റ് ആണ്. തന്റെ പിതാവിനോട് 100% വിശ്വസിക്കുന്നവനാണ് ആ കുഞ്ഞ്. എന്തെങ്കിലും പെട്ടെന്നൊരു പടക്കം പൊട്ടിയാൽ എന്റെ കൊച്ചു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞുങ്ങളെ പോലെ ആകണമെന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇവന്മാരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ വലിയവൻ ആരാകും എന്നിങ്ങനെ വഴക്കൂടിക്കൊണ്ടിരിക്കുക. അവരോട് പറയാണ്, നിങ്ങൾ വലിയവൻ ആരാണ് ചെറിയവൻ ആരാണെന്ന് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ആ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ വായിച്ചാൽ മതി, ഒരു കഷ്ണം മാത്രം വായിക്കാതെ. അങ്ങനെ നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക. അവരിങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ടോ? തിരിഞ്ഞ് അവരുടെ നിഷ്കളങ്കത, ദൈവത്തിലുള്ള വിശ്വാസം, അത് നിങ്ങളിൽ ഉണ്ടാവുക എന്ന് പറയുന്നു. പിന്നെ യെശയ്യാവിൽ നിന്ന് ഉദ്ധരിച്ച വാക്യത്തിൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 8-ാം അധ്യായത്തിൽ തന്നെ നിവൃത്തിയായി എന്ന് പ്രിയ സഹോദരൻ പറയുകയുണ്ടായി. എവിടെയാണ് നിവൃത്തിയായതെന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. കന്യകയിലൂടെ ഒരു മകൻ ജനിച്ചതായിട്ട് വേറെ പുസ്തകത്തിൽ വേറെ എവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ കന്യക ഗർഭിണിയായ ഒരു മകൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല. എന്ന് തന്നെയല്ല, ആ മകന്റെ പേര് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണ്. ദൈവമായ, വീരനാം ദൈവമായ, നിത്യപിതാവായ കന്യകയിലൂടെ ജനിച്ച ഒരു കുഞ്ഞ് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കാണിച്ചു തരിക. സുഹൃത്തിന്റെ ന്യായങ്ങൾ: ഒന്ന്, കന്യക ഗർഭിണിയായി, അവസാനത്തിൽ നിന്ന് തുടങ്ങണേ. പിന്നെ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് നിവൃത്തിയായോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ ഒന്നാമതായി തന്നെ കന്യക എന്ന ആ പരിഭാഷ, ഇത് മലയാളത്തിൽ നമ്മൾ നടത്തിയ പരിഭാഷയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഉപയോഗിച്ചിട്ടുള്ള പദത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ബദുല എന്നും അൽമ എന്നുമുള്ള 2 പദങ്ങളും, അതിൽ അൽമ എന്ന പദമാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അതിന് കന്യക എന്നല്ല അർത്ഥം, അത് യുവതി എന്നാണ് അർത്ഥം, ബന്ധുവെല്ലാമുള്ള ചർച്ചകളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. അവിടെ കന്യക എന്ന പദത്തിൽ പിടിക്കുന്നതിന് അർത്ഥമില്ല. പ്രശ്നം ഇതിന് നേരെ ശേഷം പറയുന്ന വചനങ്ങളുണ്ട്. എന്താണ് ഈ ഇമ്മാനുവേൽ? ആ ഇമ്മാനുവേൽ ജനിച്ച് അവന് പിന്നെ പ്രായമാകുന്നതിന് മുമ്പ്, നന്മതിന്മകൾ വേർതിരിക്കുന്നതിന് മുമ്പ് നീ ഭയപ്പെടുന്ന 2 രാഷ്ട്രങ്ങളും പരിത്യക്തമാകും എന്ന് തുടങ്ങിയ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ഇത് ഒറ്റ വചനം മാത്രമല്ലുള്ളത്. ഈ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടത് ഇമ്മാനുവേൽ എന്നൊരു പേര് തന്നെ. ഇനി പുതിയ നിയമത്തിൽ യേശുവിലൂടെയാണ് ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടതെങ്കിൽ യേശുവിനെ പുതിയ നിയമ കാലഘട്ടത്തിൽ എവിടെയും ഇമ്മാനുവേൽ എന്നൊരു പേര് വിളിച്ചതായിട്ട് നമുക്ക് കാണാനേ സാധ്യമല്ല. ഇമ്മാനുവേൽ എന്നൊരു പേര് പുതിയ നിയമ കാലഘട്ടത്തിൽ എവിടെയും ആരും യേശുവിനെ വിളിച്ചതായി കാണാനേ സാധ്യമല്ല. പിന്നെ ഇമ്മാനുവേൽ എന്നൊരാളെ വിളിക്കപ്പെടുന്നതായി തന്നെ നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലയോ ഇമ്മാനുവേലേ. അപ്പൊ അന്ന് പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. ഇത് ഞാൻ വെറുതെ പറയുന്നത് മാത്രമല്ല, നിങ്ങൾ ബൈബിളിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ന്യൂ ജെറോം ബിബ്ലിക്കൽ കമന്ററിയിൽ ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ആ കാലഘട്ടത്തിൽ തന്നെ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ബിബ്ലിക്കൽ കമന്ററിയാണ്, ഞാൻ പറയുന്നതല്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ
മത്തായി ചെയ്യുന്നതും അത് മത്തായിയുടെ സുവിശേഷത്തിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ ഇവർക്ക് യഹൂദന്മാർക്ക് മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഉണ്ടായതാണ് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിനെ വിളിക്കപ്പെട്ടിട്ടില്ല. ഇമ്മാനുവേൽ വരാനിരിക്കുന്ന വ്യക്തിയായി പറഞ്ഞിട്ടുള്ള പ്രവചനം അവിടെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടതായി യെശയ്യാവിന്റെ പുസ്തകം പഠിപ്പിക്കുന്നുമുണ്ട്. ഇനി സുഹൃത്തിന്റെ അടുത്ത പ്രശ്നം, ബുദ്ധിപരമായി എന്താണ്, മനുഷ്യർ മുഴുവനും ജന്മനാ പാപികളാണ് എന്നാണ് അദ്ദേഹം ഇൻസ്റ്റിങ്ക്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മനുഷ്യർ മുഴുവനും ജന്മനാ പാപികളാണ് എന്നല്ല ഇൻസ്റ്റിങ്ക്റ്റിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. മറിച്ചെന്താണ്, പാപം ചെയ്യാൻ മനുഷ്യർക്ക് കഴിവുണ്ട് എന്നാണ്. പാപം ചെയ്യാൻ മനുഷ്യർക്ക് പാപം ചെയ്യാം, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം. മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണിത്, നന്മയും തിന്മയും ചെയ്യാനുള്ള കഴിവ്. ബാക്കി ജീവികൾക്കെല്ലാം തന്നെ അവയുടെ ജനിതക കോഡുകളിൽ തന്നെ അവയുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ അതല്ല. മനുഷ്യന് ധർമ്മം എന്ന് നമ്മൾ അധർമ്മം എന്നെല്ലാം പറയണത് അതുകൊണ്ടാ. എന്റെ നന്മ തിന്മകൾ ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവ്. സുഹൃത്ത് പറഞ്ഞ ഇൻസ്റ്റിങ്ക്റ്റ് അല്ല അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് എന്ത് വേണ്ടി വരുന്നത്, ദൈവിക മാർഗദർശനം വേണ്ടി വരുന്നത്, പ്രവാചകൻ കടന്നു വരേണ്ടി വരുന്നത്, അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടി വരുന്നത്. ഇനി സുഹൃത്ത് പറഞ്ഞ ഈ ഇൻസ്റ്റിങ്ക്റ്റ് സമ്മതിച്ചാൽ ശരി, ജന്മപാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ജന്മപാപമാണ് ഈ 4 തരം ഇൻസ്റ്റിങ്ക്റ്റുമെങ്കിൽ യേശുവിന്റെ ക്രൂശീകരണത്തോടുകൂടി ഈ ഇൻസ്റ്റിങ്ക്റ്റ് മുഴുവൻ ഇല്ലാതാവണല്ലോ. യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നത് എന്തിനാ, ജന്മപാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ്. എങ്കിൽ യേശു ക്രൂശീകരിക്കുന്നതോടുകൂടി പിന്നെ ഈ ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈ തരത്തിലുള്ള ജന്മവാസനകളൊന്നും ഉണ്ടാകാൻ പാടില്ല. സത്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യനുള്ള സ്വാഭാവികതകളാണിതെല്ലാം. അല്ലാതെ പിശാച് പ്രലോഭിപ്പിച്ച് പാപം ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായതൊന്നും അല്ലതൊന്നും മനുഷ്യന്റെ സ്വാഭാവികതകളാണ്. പിന്നീടുള്ള പ്രശ്നം എന്താണ്, യേശു എന്താണ് പഠിപ്പിച്ചത്? യേശു പഠിപ്പിച്ചത് വളരെ വ്യക്തമാണ്. നിങ്ങളെടുത്ത് ബൈബിൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾ മനഃപരിവർത്തനം വന്ന് ഈ കുഞ്ഞിനെ പോലെയാകുന്നില്ലെങ്കിൽ, മനഃപരിവർത്തനം വന്നിട്ട് ഈ കുഞ്ഞിനെ പോലെ ആകണം. ഈ സുഹൃത്ത് പറഞ്ഞത് തന്നെ പ്രശ്നം, നിഷ്കളങ്കരാകണം. സുഹൃത്ത് പറഞ്ഞ വ്യാഖ്യാനം തന്നെയാണ് ഞാനും പറയുന്നത്. ഈ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനാകണം. എന്തിന്? സ്വർഗത്തിൽ പോകണമെങ്കിൽ. അതാണ്. ഈ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായാലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അപ്പൊ ഈ കുഞ്ഞെന്താണ്? നിഷ്കളങ്കനാണ്. കുഞ്ഞിന് പാപമുണ്ടോ? പാപമില്ല. കുഞ്ഞിനെ പോലെ ആയാൽ സ്വർഗത്തിൽ പോകാം എന്ന് യേശു കുഞ്ഞിനെ പോലെ ആയാൽ പോലെ, മറിച്ച് പിന്നെ കുഞ്ഞ് സ്വർഗത്തിലേക്കല്ല, കുഞ്ഞ് പാപിയാണ് എന്ന് സുഹൃത്ത്. ഞാൻ യേശുവിന്റെ ഭാഗത്താണ്. യേശു ക്രിസ്തു പറഞ്ഞത് അങ്ങനെയാണ്. ഒരിക്കൽ മാത്രല്ല, ഇത് ഒരിക്കൽ ഒരു കേവല സംഭവം മാത്രല്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13-ാമത്തെ വചനം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 13-ാമത്തെ വചനം, അതേപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാമത്തെ വചനം. ഇവിടെയെല്ലാം യേശു പറയുന്നു, നിങ്ങൾ ശിശുക്കളെ പോലെയാകാതെ നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാവുകയില്ല. അപ്പോൾ ശിശുക്കളെ പോലെയാകണം. ആ ശിശുക്കളെ പോലെ ആകാന്ന് പറഞ്ഞാൽ ജന്മപാപമില്ലാതാണ്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ക്ഷമിക്കണം സഹോദരൻ, ഒരു തെറ്റുപറ്റിയത് ശിശുവിനെ പോലെ ആയാൽ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. വേദപുസ്തകം ഒന്ന് ശരിക്കൊന്ന് വായിച്ചു നോക്കുക. ശിശുവിനെ പോലെ ആയാൽ സ്വർഗത്തിൽ പോകുമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. ശിശുവിനെ പോലെ ആയാൽ സ്വർഗരാജ്യം അവകാശമാക്കുമെന്നാണ് പറഞ്ഞത്. സ്വർഗരാജ്യവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വർഗരാജ്യം എന്ന് പറയുന്നത് എത്തിക്കൽ കോഡാണ്. ദൈവത്തിന്റെ രാഷ്ട്രത്തിലുള്ള എത്തിക്സ്, ദൈവത്തിന്റെ രാഷ്ട്രത്തിലുള്ള സ്വഭാവം, മൊറാലിറ്റി, ഈ എത്തിക്കൽ കോഡിനെ കുറിച്ചാണ് വളരെ വ്യക്തമായി സ്വർഗരാജ്യം അത് വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശിശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി വായിച്ചു നോക്കുക. ഈ സ്വഭാവം എന്റെ രാജ്യത്തിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂമിയിൽ സ്വർഗരാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കാൻ തന്നെ കാര്യം അതാണ്. എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി, യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തി സ്വർഗീയ രാജ്യത്തിന്റെ സ്വഭാവത്തിൽ, എത്തിക്സിൽ അവൻ ജീവിക്കാൻ കടപ്പെട്ടവനാണെന്നുള്ള സാരോപദേശമാണ് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം നൽകുന്നത്. ഇനി മറ്റൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചത്, മറിയയിൽ നിന്ന് ജനിച്ചപ്പോൾ യേശുവിൽ പാപമുണ്ടായിരുന്നു, അതുകൊണ്ട് ജനിതകശാസ്ത്രപ്രകാരം മറിയയിൽ നിന്ന് ജനിച്ചപ്പോൾ യേശു പാപിയായി മാറി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
വേദപുസ്തകം ഒരു പ്രാവശ്യം നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കുക. വളരെ വ്യക്തമായിട്ട് മറിയയിൽ നിന്ന് ജനിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൾ പരിശുദ്ധാത്മാവിനാൽ ഉരുവായി എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ, മറിയയുടെയോ യോസേഫിന്റെയോ കരങ്ങളില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായി എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യ പാപത്തിൽ ജനിച്ചവനല്ല. അതുകൊണ്ട് തന്നെ അവനിൽ ജന്മപാപം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പാപമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് അവൻ ജനിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവനെ കന്യകയിലൂടെ ജനിക്കണം എന്ന് ഖുറാൻ പോലും അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് തിരിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ ഖുറാൻ തന്നെ ഈ ഇഞ്ചിയിൽ ദൈവം നൽകിയതാണെന്നും തൗറാത്ത് ദൈവം നൽകിയതുമാണെന്നും ഖുറാൻ പറഞ്ഞിട്ട് ആ ഇഞ്ചിയിലും തൗറാത്തും എന്റെ വെളിപ്പാടുകൾ ഞാൻ സൂക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? ഖുറാൻ പറഞ്ഞ ആ വാക്കുകൾ തെറ്റാണെന്നാണോ? ഖുറാൻ നൽകിയ ദൈവത്തിന് ആ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണോ? ഒരു കാലത്തുമല്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു മുസ്ലിം ഒരിക്കലും അതങ്ങനെ പറയാൻ കഴിയുകയില്ല. തിരിച്ച് യേശുക്രിസ്തു കന്യകയിലൂടെ ജനിച്ചു. എന്തിനുവേണ്ടി അങ്ങനെ ജനിച്ചത്? പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ പാപിയായ ഒരു വ്യക്തിക്ക് കഴിയുകയില്ല എന്നതുകൊണ്ടാണ് ജനിച്ചത്. പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ പാപിയായ ഒരു മനുഷ്യന് കഴിയാത്തത് കൊണ്ട് ദൈവം തന്നെ പാപമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിലൂടെ ഉരുവായി ഈ ഭൂമിയിൽ ജീവിക്കുകയും പാപമില്ലാത്തവനായി ജീവിക്കുകയും പാപമില്ലാത്തവനായി കാൽവരി ക്രൂശിൽ മരിക്കുകയും പാപമില്ലാത്തവനായി അവൻ അങ്ങനെ മരിച്ച് സർവ്വലോകത്തിന്റെയും പാപം അവന് തലയിൽ വെച്ച് അവനൊരു യാഗമായി നിത്യയാഗമായി തീർന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപമോചനം നേടുമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്: പാപമില്ലാത്തവനായാണ് അവൻ ജനിച്ചത് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ബഹുമാന്യനായ സഹോദരൻ ബൈബിളിലെ വചനത്തിൽ ഞാൻ ഒരു സ്വാഭാവികമായ തിരിമറി നടത്തി എന്ന രൂപത്തിലാണ് സംസാരിച്ചത്. എന്നാൽ ബൈബിളിൽ ഞാൻ പറഞ്ഞ ആള്, ഇത് മലയാളം ബൈബിൾ, ഓശാന. ഞാൻ ആ വചനം അതേപോലെ വായിക്കുകയാണ് എന്റെ മനസ്സിന്നല്ല. ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? യേശു ഉടനെ ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിയിട്ട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനപരിവർത്തനം വന്ന് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം വെളിമപ്പെടുന്നവനായിരിക്കും സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഇത് മലയാളം ബൈബിൾ. ഇനി പ്രീമിയർ പോക്കറ്റ് ബൈബിൾ, ഇതേ കാര്യം തന്നെ. പ്രീമിയർ പോക്കറ്റ് ബൈബിൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുക്കൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ, കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ്, answered, verily I say unto you, except ye be converted and become as little children, ye shall not enter into the kingdom of heaven. Enter into the kingdom of heaven. ഇങ്ങനെ സത്യത്തിൽ ഞാൻ പറഞ്ഞത് ആണ് ബൈബിളിലുള്ളത്. അഥവാ വനപരിവർത്തനം വന്ന് ശിശുവിനെ പോലെയായാൽ സ്വർഗരാജ്യത്തിൽ കടക്കും. ശിശുവിനെ പോലെ ആയിട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കൂല. അപ്പൊ ശിശു എന്താണ്? പാപമില്ലാത്തവനാണ് എന്നാണ് യേശു ഈ വചനങ്ങളിൽ പറയുന്നത് എന്നാണ് ബൈബിൾ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ബൈബിളിലുള്ളത് അത് തന്നെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതിന് മറുപടി അദ്ദേഹം പറഞ്ഞില്ല. എന്നാലും ഞാൻ ഒരു വാക്കും കൂടി കൂട്ടിച്ചേർക്കുകയാണ്, അധികം നീട്ടാതെ ഒറ്റവാചകം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കർത്താവ് പറയുകയുണ്ടായി. തന്നെ കുറിച്ച് തന്നെ കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട ആവശ്യമില്ല, അത് മറ്റൊരു വിഷയപ്പാട്. ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ആദിപാപമുണ്ടോ? യേശു ക്രിസ്തുവിന് ആദിപാപത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു കൃത്യമായി ബൈബിളിൽ നിന്ന് ഞാൻ ഡിസ്റ്റോർട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്.
അത് വലിയ ആരോപണമാണ്. കാരണം ഒരു ഡിബേറ്റിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദഗ്രന്ഥത്തിൽ മറ്റൊരാൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിൽ ഡിസ്റ്റോർട്ട് ചെയ്യുക, അത് ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അർത്ഥം മാറ്റി പറയാ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാതകമായി മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഈ ഉള്ളവൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ എടുത്ത് നിങ്ങളുടെ പറ്റിൽ തുറന്നു വെച്ച് പറഞ്ഞത്. അത് സത്യത്തിൽ യേശു പറഞ്ഞത് എന്താണ് എന്നാണ് അതനുസരിച്ച് ഞാൻ ഇവിടെ പറഞ്ഞത്. യേശു പറഞ്ഞത് എന്താണ്? ബൈബിള് എടുത്ത് ഉദ്ധരിച്ചു, കേട്ടു, വായിച്ചു. ഇനി വേറെ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ യേശു ക്രിസ്തു കന്യകയിലാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ ഖുർആന് യാതൊരു സംശയമില്ല. കന്യകയിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം യേശു ക്രിസ്തു ദൈവമാവുകയാണെങ്കിൽ മറ്റു പലരും ദൈവമാകേണ്ടി വരും. എബ്രായരുടെ പുസ്തകം 7-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ കാണുന്ന മെൽക്കീസേദക്കുണ്ട്. മെൽക്കീസേദക്കിന് പിതാവുമില്ല, മാതാവുമില്ല, വംശാവലിയുമില്ല, തുടക്കമില്ല, ഒടുക്കമില്ല. അല്ലേ? പിന്നെ എബ്രായരുടെ പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുക. ആ മെൽക്കീസേദക്കാരാണ്. മെൽക്കീസേദക്ക് ദൈവപുത്രന് സമാനനാണ് എന്ന് വേണമെങ്കിൽ പറയും, അതല്ലെങ്കിൽ മഹാപുരോഹിതനാണ് എന്ന് പറയും. പക്ഷേ എന്റെ ചോദ്യം, കേവലം പിതാവില്ല എന്നതിന്റെ പേരിൽ യേശു ദൈവമാവുകയാണെങ്കിൽ, കന്യകയിൽ നിന്ന് ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ദൈവമാണെങ്കിൽ മെൽക്കീസേദക്കും ദൈവമാകൂല്ലേ? അങ്ങനെ ദൈവങ്ങളാകാൻ ആളുകളുടെ എണ്ണം വളരെ കൂടുതലുണ്ടാകും. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ യേശുവിന്റെ കന്യകാ ജനനത്തെ അത്ഭുത ജനനത്തെ അംഗീകരിക്കുന്നു. അത്ഭുതകരമായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ ദൈവമാകണമെന്നില്ല. അത് അത്ഭുതകരമായി തന്നെയാണ് ആദാമിന്റെ ജനനം. മാതാവും പിതാവുമില്ലാതെ ജനിച്ചതാണ്. ഹവ്വയുടെ ജനനം കേവലം പുരുഷനിൽ നിന്ന് മാത്രമായിട്ടുള്ള ജനനമാണ്. അതുകൊണ്ട് ഹവ്വ ദൈവമാകുമോ? അതേപോലെ തന്നെ യേശുവിന്റെ ജനനം മാതാവിൽ നിന്ന്, സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ടുള്ള ജനനമാണ്. ഖുർആൻ അംഗീകരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ, ഇത് ശരിയാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഖുർആൻ യേശുവിന്റെ ദൈവികത, യേശു ദൈവമാണ് എന്നുള്ള വാദത്തെ വിമർശിക്കുന്നു. പിന്നെ ഖുർആൻ മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഞാനിവിടെ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഖുർആൻ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ മുഴുവനും അംഗീകരിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഖുർആൻ അംഗീകരിക്കുന്നു. പക്ഷേ വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്ന പുസ്തകത്തെയല്ല. അത് ഖുർആനല്ല. ഇത് ഇങ്ങനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് ബൈബിൾ തന്നെ തെളിവ് നൽകുന്നുണ്ട്. ന്യായപ്രമാണം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടു, ഞാനിവിടെ തെളിവുദ്ധരിച്ചു. അതേപോലെ തന്നെ പ്രവാചകന്മാരിൽ പലരും അത് പറയേണ്ടി വന്നിട്ടുണ്ട്. അല്ലേ? പുരോഹിതന്മാർ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കിയിട്ട് ഇത് ദൈവികമാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചകന്മാരിൽ പലർക്കും പുരോഹിതന്മാരെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെറമിയ പ്രവാചകൻ വന്നപ്പോ ജെറമിയ പ്രവാചകൻ ജനങ്ങളോട് ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞപ്പോ ന്യായപ്രമാണത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞിരുന്ന യഹൂദ റബ്ബിമാർ പറഞ്ഞു, ഞങ്ങൾ ജ്ഞാനികൾ, ഞങ്ങളാണ് ന്യായപ്രമാണത്തിന്റെ ആളുകൾ, നീ ആരാണ് ഞങ്ങളെ ഉപദേശിക്കാൻ? ഈ സമയത്ത് അദ്ദേഹം നൽകുന്ന മറുപടി ജെറമിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിലുണ്ട്. എന്താണത്? ഞങ്ങൾ ജ്ഞാനികൾ, ഞങ്ങളുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട് എന്ന്, ന്യായപ്രമാണമുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ശാസ്ത്രിമാരുടെ കള്ള കയ്യെഴുത്തുകോൽ വേദഗ്രന്ഥത്തെ, ന്യായപ്രമാണത്തെ വ്യാജമാക്കിയിരിക്കുന്നു. ഇതാരാ പറയുന്നത്? ജെറമിയ പ്രവാചകനാണ്. ശാസ്ത്രിമാരുടെ, നിങ്ങളുടെ കള്ള കയ്യെഴുത്തുകോൽ, വ്യാജതൂലിക ന്യായപ്രമാണത്തെ വ്യാജമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വ്യാജതൂലിക വ്യാജമാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഖുർആൻ പറഞ്ഞത് തന്നെ, ഫവൈലുൽ യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. സ്വന്തം കൈകൾ കൊണ്ട് പലതും എഴുതിയുണ്ടാക്കി അത് ദൈവികമാണ് എന്ന് പറഞ്ഞു. അത് തന്നെ അത് ചെയ്തത് ന്യായപ്രമാണത്തിൽ. അങ്ങനെ ചെയ്തതിന് ജെറമിയ പ്രവാചകൻ പുരോഹിതന്മാരെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈബിളിൽ മാറ്റം വരുത്തപ്പെട്ടിട്ടുണ്ട്. അതേസമയം പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നത് മോശെ പ്രവാചകനും ദാവീദ് പ്രവാചകനും യേശുക്രിസ്തുവിനുമെല്ലാം അവതരിപ്പിച്ച് കൊടുത്തിട്ടുള്ള സാക്ഷാൽ വേദഗ്രന്ഥങ്ങളെയാണ്. ആ വേദഗ്രന്ഥങ്ങൾ ഇന്ന് അതേ രൂപത്തിൽ സംശുദ്ധമായി ഉപലബ്ധമല്ല. ആ വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. വേദപുസ്തകത്തിൽ തിരുത്തൽ വന്നിട്ടുണ്ടോ എന്ന ചോദ്യം, അത് അവിടെ വിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല.
ഞാനത് വളരെ വിശദമായി ആ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിനൊന്നും മറുപടി വന്നില്ല. ബൈബിൾ തിരുത്തപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഒന്നാമത്തെ കാരണം ഞാനത് പറയുകയുണ്ടായി. ബൈബിൾ ദൈവം നൽകിയതാണെങ്കിൽ അത് ശരിയായി സൂക്ഷിക്കാൻ സർവശക്തനായ ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിന്റെ വചനം ദൈവം സംരക്ഷിക്കുമെന്ന് തിരുത്തൽവാദികളുടെ മതഗ്രന്ഥം തന്നെ പറയുന്നുമുണ്ട്. മനുഷ്യൻ ശരിക്ക് ജീവിക്കാനായി ദൈവം നൽകിയ പുസ്തകം നൽകിയ നിലയിൽ തന്നെ ലഭ്യമല്ലാത്ത അവസ്ഥയുണ്ടാകാൻ ദൈവം അനുവദിക്കുമോ? മനുഷ്യന്റെ നന്മയിൽ താൽപര്യമുള്ള ദൈവം അതിന് സമ്മതിക്കുകയില്ല. അങ്ങനെ സമ്മതിച്ചാൽ ദൈവത്തിന് മനുഷ്യനോട് സ്നേഹമില്ലെന്നോ അഥവാ സ്നേഹമുണ്ടെങ്കിൽ തന്നെ സംരക്ഷിക്കാൻ കഴിവില്ലെന്നോ വരും. അത് ശരിയല്ല. യെരമ്യാ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ ആ വാക്കുകൾ തിരുത്തിയെന്നല്ല ആ വാക്കുകൾ. തിരിച്ച് അവർ അവരുടെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുകയാണ്. ബൈബിൾ തിരുത്തിയെങ്കിൽ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് തെറ്റായി തീരും എന്ന സത്യത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാണ്. തിരുത്താൻ കഴിയാത്ത ഗ്രന്ഥമാണ് വേദപുസ്തകം. 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതാണെന്ന് ശാസ്ത്രീയമായി സംശയാതീതമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ 5000-ഓളം ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതികൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബൈബിൾ രചിക്കപ്പെട്ട കാലത്തു തന്നെ അതിന്റെ ധാരാളം കയ്യെഴുത്ത് പ്രതികൾ വിതരണം ചെയ്യപ്പെടുകയും അവ അതത് സ്ഥലങ്ങളിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭാവിയിൽ ആരെങ്കിലും ബൈബിൾ തിരുത്തിയാൽ അത് കണ്ടുപിടിക്കുവാനുള്ള സംവിധാനം നിലവിൽ വന്നു. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ ബൈബിൾ തിരുത്താനുള്ള ഏത് ശ്രമത്തെയും ജീവൻ നൽകിപ്പോലും പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. എത്ര ആയിരങ്ങളാണ് യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം ഇതിനോടകം ബലിയർപ്പിച്ചിരിക്കുന്നതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ബൈബിൾ തിരുത്തുവാൻ ആർക്കാണ് കഴിയുക? ഉദാഹരണത്തിന് കുമാരനാശാന്റെ വീണപ്പൂ എന്ന കൃതി 10,000 കോപ്പി അടിച്ചെന്നിരിക്കട്ടെ. അവ 10,000 വീടുകളിലും ലൈബ്രറികളിലും എത്തിയെന്നും അവ അവിടെയുണ്ടെന്നും വിചാരിക്കുക. കുമാരനാശാൻ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ആരെങ്കിലും ഇന്ന് വീണപ്പൂ തിരുത്താൻ തുനിയുമോ? ശ്രമിച്ചാൽ വിജയിക്കുമോ? വീണപ്പൂവിനേക്കാൾ വിശ്വാസികൾ ബൈബിളിനെ വളരെയധികം പൂജിക്കുന്നു എന്നുള്ളതിനാൽ ബൈബിൾ തിരുത്തുന്നത് എത്ര അസാധ്യമാണ്. മൂന്നാമതായി, ബൈബിൾ തിരുത്താൻ എന്തിന് ശ്രമിക്കണം? ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണമെന്നും ശത്രുവിനെ സ്നേഹിക്കണമെന്നും ഏകഭാര്യയെ മാത്രമേ പാടുള്ളൂവെന്നും ചിന്തയിലും പ്രവൃത്തിയിലും വിശുദ്ധി പാലിക്കണമെന്നും മറ്റും നിഷ്കർഷിക്കുന്ന ഒരു ഗ്രന്ഥം തിരുത്തൽ നടത്തി നിർമ്മിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാൻ ആരെങ്കിലും തുനിയുമോ? യേശു ദൈവമാണെന്നും യേശു മനുഷ്യരുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ ക്രൂശിൽ മരിച്ചെന്നും അക്കാര്യം വിശ്വസിക്കുകയും യേശുവിനെ യജമാനായി സ്വീകരിച്ച് യേശുവിനെ പോലെ പരിശുദ്ധ ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്നും തിരുത്തി എഴുതി വെച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും എന്തുകൊണ്ട് ശ്രമിക്കണം? മറിച്ച് ആരെങ്കിലും ബൈബിൾ തിരുത്താൻ ശ്രമിച്ചാൽ ഇങ്ങനെയുള്ള കർശനവും നിയമങ്ങൾ പാലിക്കുന്നത് മുഖാന്തരം ലൗകിക ജീവിതത്തിലെ സുഖം നഷ്ടപ്പെടുത്തക്ക വിധം ഉപദേശങ്ങൾ ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുക? ആരോപണം മറിച്ചാണ്. അത് യുക്തിസഹമേ അല്ല. സമാനമായ മറ്റു മതം എന്തു പഠിപ്പിക്കുന്നുവെന്ന് പരിഗണിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. അതുപോലെയുള്ള അനേക ജഡിക സുഖങ്ങൾ ലഭിക്കാൻ കഴിയത്തക്ക തിരുത്തലുകളല്ലേ അങ്ങനെയുള്ള മനുഷ്യർ വരുത്തേണ്ടത്? അതിനു പകരം യേശുക്രിസ്തു ദൈവമാണെന്നും മറ്റും എഴുതി ഒരു വിശുദ്ധ ജീവിതം നയിക്കത്തക്ക വിധം എന്തിന് ബൈബിൾ തിരുത്തണം? ബൈബിളിലെ ധാർമ്മികത ലോകത്തിലെ ഏത് ഗ്രന്ഥത്തെക്കാളും ഉയർന്നിരിക്കുന്നത് അത് ദൈവം തന്റെ നിലവാരം അനുസരിച്ച് എഴുതിപ്പിച്ച ഗ്രന്ഥമായതിനാലാണ്. നാലാമതായി, തെളിവില്ലാത്ത കാര്യങ്ങളാണ് തിരുത്തൽവാദികൾ പറയുന്നത്. കള്ളനോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നല്ല നോട്ടുമായി താരതമ്യപ്പെടുത്തിയാണ് അത് ചെയ്യുന്നത്. ബൈബിൾ തിരുത്തിയെന്ന് പറയുന്നവരുടെ കയ്യിൽ യഥാർത്ഥ ബൈബിൾ ഉണ്ടോ? ആരുടെ കയ്യിലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ബൈബിൾ തിരുത്തിയെന്ന് പറയുന്നത്? അവർക്ക് പോലും അറിയുകയില്ല. ബൈബിൾ തിരുത്തുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ബൈബിൾ ആരെങ്കിലും തിരുത്തിയെന്നതിന് എന്തെങ്കിലും ന്യായമായ തെളിവുകൾ ഉണ്ടോ? അതുമില്ല. പിന്നെന്തുകൊണ്ട് അവരവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ന്യായങ്ങളുമായി തിരുത്തൽവാദികൾ രംഗത്ത് വരുന്നു? തങ്ങളുടെ മതം പഠിപ്പിക്കുന്ന മ്ലേച്ഛമായ ആചാരങ്ങൾ തുടർന്ന് നടത്തി ജീവിതം ആസ്വദിക്കുക മാത്രമായിരിക്കും അതിന്റെ ലക്ഷ്യം. ബൈബിൾ തിരുത്തപ്പെട്ടിട്ടില്ല. ബൈബിൾ തിരുത്തിയിട്ടില്ല.
തിരുത്തപ്പെട്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തിരുത്തിയതെന്നാ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിൾ കാലാകാലങ്ങളായി സ്വന്തം താൽപര്യത്തിനനുസരിച്ച് തിരുത്തപ്പെടുകയും പലതും കടത്തിക്കൂട്ടപ്പെടുകയും ചെയ്ത ഒരു ദീർഘകാല ചരിത്രമുള്ള ഗ്രന്ഥമാണ്. ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ ഇസ്രായേൽ വംശീയത നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുത്തലുകളുടെ ഫലമായിട്ടാണ്. യഹൂദ ദൈവമായ യഹോവയുമായി ഇസ്രായേൽ പിതാവായ യാക്കോബ് മല്ലയുദ്ധത്തിലേർപ്പെടുകയും അങ്ങനെ ആ മല്ലയുദ്ധത്തിൽ ദൈവം തോൽക്കുകയും ചെയ്യുന്ന കഥ ഉൽപ്പത്തി പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ദൈവം യാക്കോബുമായി ഗുസ്തി പിടിച്ചു തോൽക്കുന്ന ദൈവമല്ല. ഇതൊരു യഹൂദ വംശീയതയുടെ സൃഷ്ടിയാണ്. അതേപോലെ തന്നെ യേശുവിന്റെ വചനങ്ങളിൽ പോലും ഈ യഹൂദ വംശീയത ആരോപിക്കപ്പെട്ടതായി കാണാൻ കഴിയുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്തപ്പോ അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു ജാതികളിൽപ്പെട്ട സ്ത്രീയോട് അദ്ദേഹം പറയുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 24 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക, ഇസ്രായേലിയരെ സ്വന്തം മക്കളോട് ഉപമിക്കുന്ന യേശു ഇസ്രായേലിയർക്ക് പുറത്തുള്ളവരെ നായ്ക്കുട്ടികളോട് ഉപമിക്കുന്നതായിട്ടാണ്. ഇത് യേശുവിന്റെ വചനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇത് ബൈബിളിൽ ഉള്ള തിരുത്തി എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ തിരുത്തി എന്ന് ബൈബിൾ പണ്ഡിതന്മാർ തന്നെ കാലാകാലങ്ങളായി പുതിയ നിയമത്തിൽ തന്നെ തിരുത്തപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 9 മുതൽ 20 വരെയുള്ള വചനങ്ങൾ, ഇത് ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ല എന്നും പിൽക്കാലഘട്ടത്തിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് എന്നും ബൈബിളിൽ തന്നെ ഫുട് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുരാതനമായ കയ്യെഴുത്ത് രേഖകളിൽ ഇത് കാണാനില്ല. അതേപോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. മഗ്ദലന മറിയ വ്യഭിചരിച്ചുകൊണ്ട് യഹൂദന്മാരുടെ കയ്യിലെത്തുന്നു. അങ്ങനെ യഹൂദന്മാർ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. യേശു പറയുന്നു, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അങ്ങനെ എല്ലാവരും കല്ല് നിലത്തെടുത്തു, എല്ലാവരും പിരിഞ്ഞു പോകുന്നു. യേശു അവളെ വെറുതെ വിടുന്നു. ഇത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 53 മുതൽ 8-ാം അധ്യായം 11 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള കഥയാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒറിജിനൽ പ്രതിയിലില്ല. പിൽക്കാലഘട്ടത്തിൽ ആരോ എഴുതി ചേർത്തതാണ്. ഇത് ബൈബിളിൽ നിന്ന് നിലവിലുള്ള ബൈബിളില് ഞങ്ങൾക്ക് സത്യവേദ പുസ്തകത്തിൽ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി എന്തിന് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി AD 16-ാം നൂറ്റാണ്ടിൽ വരെ ബൈബിളിൽ കടത്തിക്കൂട്ടലുകൾ നടന്നിട്ടുണ്ട് എന്നതിന് തെളിവ് കൂടിയാണിത്. ഇപ്പോ ഞാൻ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, ത്രിയേകത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ത്രിത്വത്തിന് ബൈബിളിൽ യാതൊരു തെളിവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ബൈബിളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ 3 പേരും ചേർന്നതാണ് ഏകദൈവ ആശയത്തിന് യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, എന്നാൽ അല്പ കൊല്ലം മുമ്പ് എനിക്ക് പറയാൻ പറ്റൂലായിരുന്നു. കാരണം യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനൊരു വചനം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ ഈ വചനം എങ്ങനെയാണ്? ഫോർ ദർ ആർ 3 ദാറ്റ് ബിയർ റെക്കോർഡ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ഹോളി ഗോസ്റ്റ്, ദീസ് 3 ആർ വൺ. അഥവാ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഇവർ 3 ഒന്നു തന്നെ. ത്രിത്വത്തിനുള്ള തെളിവ്. ഇത് പുതിയ ബൈബിൾ പ്രതികൾ കിട്ടിയപ്പോ മനസ്സിലായി 16-ാം നൂറ്റാണ്ടിലാണ് ബൈബിളിന്റെ ഒറിജിനൽ കോപ്പിയിലേക്ക് ഇത് കടന്നുകൂടിയത് എന്ന്. നീണ്ട 4 നൂറ്റാണ്ട് കാലം ബൈബിളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത് ത്രിത്വത്തിനുള്ള തെളിവായി ഉദ്ധരിച്ചു. പല ഗ്രന്ഥങ്ങളിലും ഇക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ത്രിത്വത്തിനുള്ള തെളിവായി ഈ വചനം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ നീണ്ട 4 നൂറ്റാണ്ട് കാലം കൃത്യമായി ഇവരെ വഴി തെറ്റിച്ചു എന്നല്ലതിനർത്ഥം ഈ ഒരു വചനം. ഇപ്പോ അത് വീണ്ടും എടുത്തു മാറ്റിയിട്ടുണ്ട്. അത് ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് രേഖകളെ താരതമ്യ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ ഇതില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ പോലും ബൈബിളിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്. അതും ഇതിനെക്കുറിച്ച് പറയുന്നത് ആദ്യമായി ഇത് രേഖപ്പെടുത്തിയത് 4-ാം നൂറ്റാണ്ടിൽ മാർസിയോൺ എന്ന ഹെററ്റിക്കാണ്, പാഷണ്ഡനാണ് ഈ വചനം ബൈബിളിന്റെ യോഹന്നാന്റെ ലേഖനത്തിന്റെ ആ മാർജിനിൽ എഴുതി ചേർത്തത് എന്നെല്ലാം ഡെയിലി സ്റ്റഡി ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മതവിരുദ്ധനായ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിന് പാഷണ്ഡനായി അറിയപ്പെടുന്ന ഒരു വ്യക്തി രേഖപ്പെടുത്തി എഴുതി ചേർക്കപ്പെട്ട വചനം പോലും ബൈബിളിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് കൂടുതൽ പുരാതനമായ കയ്യെഴുത്ത് രേഖകൾ കിട്ടിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ നിലവിലുള്ള ബൈബിളിൽ തന്നെ പലതവണ പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഇപ്പോഴുള്ള ബൈബിളിൽ തന്നെ പ്രകടമായി കാണാൻ സാധിക്കുന്നുമുണ്ട്. എന്നിട്ടും ബൈബിളിൽ യാതൊരു തിരുത്തലുകളും നടന്നിട്ടില്ല എന്ന്, ബൈബിളിൽ കൈകടത്തലുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമേ എനിക്ക് കൂട്ടിച്ചേർത്ത ഭാഗത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുവാനല്ല ഇവിടെ നിൽക്കുന്നത്. ബൈബിളിൽ എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഏതാണ് ഒറിജിനൽ പ്രതി, ഏതാണ് ഒറിജിനൽ വാക്യമെന്ന് കണ്ടുപിടിക്കാനുള്ള വ്യക്തമായ മാർഗങ്ങൾ, രേഖകൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തുടർന്ന് ഇവിടെ എന്റെ ചോദ്യം സഹോദരൻ അക്ബറിനോടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തെക്കുറിച്ച് ബൈബിളില് യാതൊരു തെളിവും ഇല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ത്രിത്വം എന്ന പദം താങ്കൾ ബൈബിളിൽ കാണില്ലായിരിക്കും. പക്ഷേ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ച പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് നോക്കുക. അതുപോലെ തന്നെ ഖുറാനിൽ തന്നെ 3-ാം അധ്യായം 39-ാമത്തെ വാക്യത്തില് സക്കറിയായ്ക്ക് ദൈവം ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവന് മകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ആശിച്ചു വചനത്തിന് ശുശ്രൂഷകനായിരിക്കും, വചനത്തിൽ വിശ്വസിക്കുന്നവനാണെന്ന്. അതേ, പിതാവിന്റെ വചനമാണ് പുത്രൻ യേശുക്രിസ്തു. എനിക്ക് ഇവിടെ അതൊന്നുമല്ല, ഞാനത് വളരെയേറെ ചോദ്യങ്ങൾക്ക് ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ സത്യത്തിലേക്ക് തുറവിയുടെ ഒരു ചർച്ചാവേദിയാണ്, സത്യം കണ്ടെത്തുവാനുള്ള തുറവിയോടുള്ള ഒരു ചർച്ചാവേദിയാണെന്ന് ആദ്യം മുതലുള്ള പരസ്യത്തിൽ നിന്നാണ് ഞാനിവിടെ വന്നത്. പക്ഷേ വചനത്തിലെ വാക്യങ്ങൾ നമ്മൾ തോന്നുന്നത് പോലെ ഇവിടെ വ്യാഖ്യാനിച്ച ഓരോ വചനത്തെയും എടുത്ത് വ്യക്തമായ ഉത്തരം, തെളിവ്, വാക്യത്തിന്റെ അർത്ഥം പറഞ്ഞു തരാനുണ്ട്. ഞാൻ അതിലേക്കും പ്രവേശിക്കുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞേക്കുന്നതും തുടർന്ന് പുറപ്പാട് പുസ്തകം മുതൽ ഇങ്ങോട്ട് പഴയ ഉടമ്പടിയിൽ ഇസ്രായേലിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെക്കുറിച്ചും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിലൂടെ യേശുവിലൂടെ നിത്യമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെക്കുറിച്ചും പറയുന്നുണ്ട്. തൗറാത്തും ഇഞ്ചീലും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഇസ്ലാം വിശ്വാസത്തിലായിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രമാണ്. ഈ സൃഷ്ടി നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ, നമ്മളോട് ഉടമ്പടി ചെയ്ത ദൈവത്തിൽ, നിത്യമായി തന്റെ വചനത്തിലൂടെ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച വചനത്തിലൂടെ നിത്യമായ ഉടമ്പടി ചെയ്ത ആ നിത്യ ഉടമ്പടിയിൽ തൗറാത്തും ഇഞ്ചിയിലും ശരിവെക്കുന്നവര് ഈ സൃഷ്ടിയുടെയും ഉടമ്പടിയുടെയും പുതിയ ഉടമ്പടിയുടെയും സന്ദേശത്തിന്, രക്ഷാകരമായ നിത്യജീവന്റെ പൂർണ്ണതയിലേക്കുള്ള മാർഗത്തിന്, ആ നൽകിയിരിക്കുന്ന സന്ദേശത്തിന് എന്ത് പ്രത്യുത്തരമാണ് കൊടുക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. സഹോദരി എന്താണ് ചോദിച്ചത്
എന്ന് വ്യക്തമല്ല. എന്നാൽ സൃഷ്ടിയുടെ ദൈവം തമ്പുരാന്റെ ഉടമ്പടിക്ക് എന്ത് പ്രത്യുത്തരവാണ് തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ നൽകുന്നത് എന്നാണ് സഹോദരിയുടെ ചോദ്യത്തിന്റെ സംക്ഷിപ്തമെന്നാണ് മനസ്സിലാവുന്നത്. ആദ്യം തന്നെ പറയട്ടെ, സഹോദരി വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ സത്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14 മുതൽ 17 വരെ അധ്യായങ്ങളിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം കുറിച്ച് പലതും പറയുന്നുണ്ട്. പക്ഷെ ഇവർ 3 പേരും ചേർന്ന ഏകദൈവം എന്ന ആശയം അവിടെ എവിടെയുമില്ല എന്നുള്ളതാണ് സത്യം. ഇനി എന്താണ് ദൈവത്തിനോടുള്ള ഉടമ്പടി? എന്താണ് മനുഷ്യന്റെ? ദൈവം തമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. ദൈവം തമ്പുരാൻ അവൻ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ച് കാലാകാലങ്ങളായി പ്രവാചകന്മാരെ പറഞ്ഞയച്ച് ആ പ്രവാചകന്മാരെ മുഴുവനും എന്തിനാണ് അയച്ചത്? നോഹ പ്രവാചകനെ അയച്ചു, അബ്രഹാമിനെ അയച്ചു, ഇസ്ഹാക്കിനെ അയച്ചു, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. ഈ പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് പറഞ്ഞു, ഇതാ ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക. യേശു ക്രിസ്തുവും പറഞ്ഞു, ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക, നിങ്ങൾ ശിശുക്കളെ പോലെയാവുക. ഈ ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കാനാണ് ഇസ്ലാം ലോകത്തോട് മനുഷ്യരോട് പറയുന്നത്. അതല്ലാതെ മനുഷ്യനൊരു മിഥ്യാസങ്കല്പമുണ്ടാക്കി എല്ലാ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആരോ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിദ്യാസങ്കല്പമുണ്ടാക്കുകയല്ല. മറിച്ച് ഓരോരുത്തരും കർമ്മപാപങ്ങൾക്ക്, തങ്ങൾ ചെയ്യുന്ന സകല പാപങ്ങൾക്കും മറുപടി പറയേണ്ടവരാണ്. യേശു കർമ്മപാപങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. യേശു നരകത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് പറയുന്ന വിശദമായ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 43 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ യേശു പറയുന്നു, നീ പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. 2 കണ്ണുള്ളവനായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കണ്ണുള്ളവനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണല്ലോ. നീ പാപം ചെയ്യാൻ നിന്റെ കൈ കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കൈ വെട്ടിയെടുത്ത് ദൂരെ കളയുക. കാരണം 2 കൈയുള്ളവനായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കൈയുള്ളവനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണല്ലോ. നീ പാപം ചെയ്യാൻ നിന്റെ കാല് കാരണക്കാരനാകുന്നുവെങ്കിൽ അത് വെട്ടിയെടുത്ത് ദൂരെ കളയുക. കാരണം 2 കാലുള്ളവനായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണല്ലോ. കാരണം അവിടുത്തെ തീ കെടുന്നില്ല, പുഴുക്കൾ നശിക്കുന്നില്ല. അപ്പോൾ പാപം ചെയ്യാൻ നിന്റെ കാല് കാരണക്കാരനാകുന്നുവെങ്കിൽ, പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണക്കാരനാകുന്നുവെങ്കിൽ, പാപം ചെയ്യാൻ നിന്റെ കൈ കാരണക്കാരനാകുന്നുവെങ്കിൽ എന്താണ്? അഥവാ കർമ്മപാപമാണ്. യേശു എല്ലാവരും ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണ്, ആ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസത്തെക്കുറിച്ച് യേശു പറഞ്ഞു വിശ്വാസത്തെക്കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം, നിത്യജീവൻ എന്ത് മാർഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ എന്താണ് യേശു പറഞ്ഞത്? സഹോദരി വായിച്ചു നോക്കുക. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. ഏക സത്യദൈവമാണ് നീ. അവിടെ ത്രിയേക സത്യദൈവമില്ല. നീ അയച്ചവനാണ് യേശു ക്രിസ്തു. ആ അയച്ചവനായി അറിയുക. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. ആ നിത്യജീവനെ യേശുവിനെ അറിയണം, പ്രവാചകന്മാരെ മുഴുവനും അറിയണം. ഏക സത്യദൈവത്തെ യേശു എങ്ങനെ പരിചയപ്പെടുത്തിയോ ആ രൂപത്തിൽ അറിയണം. യേശുവിനോട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിലില്ലേ? ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ ശക്തിയോടുകൂടെയും സ്നേഹിക്കുക. അവിടെ നമ്മുടെ ദൈവമായ കർത്താവാണ്. യേശു അടക്കമുള്ള മുഴുവൻ മനുഷ്യരുടെയും ദൈവം. യേശു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്തിനധികം യേശു ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് പറയുന്ന വചനങ്ങൾ പോലും നമുക്ക് ഇക്കാര്യം വ്യക്തമാക്കി തരുന്നു. എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു.
യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം എടുത്ത് വായിച്ചു നോക്കുക. ഇതെല്ലാം സന്ദർഭത്തിൽ നിർത്തി ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല. സമാധാനപൂർവം ബൈബിളിലെ വചനങ്ങൾ എടുത്ത് പരിശോധിച്ച് വായിച്ചു നോക്കുക. യേശു പഠിപ്പിച്ചത് യേശു ദൈവമല്ല, യേശു അയക്കപ്പെട്ടവരാണ്, അയച്ചവൻ അത്യുന്നതനായ പടച്ച തമ്പുരാനാണ്. യേശു പറഞ്ഞില്ലേ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അതല്ലേ? പിതാവ് എന്നേക്കാൾ വലിയവനാണ്. യേശു ദൈവമാണെങ്കിൽ പിതാവ് ഒരു വലിയ ദൈവവും യേശു ഒരു ചെറിയ ദൈവവുമോ? യേശു പറഞ്ഞല്ലോ, എനിക്കറിയില്ല, പിതാവിനുള്ള അറിവ് എനിക്കില്ല എന്ന് യേശു പ്രഖ്യാപിക്കുന്നു മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനത്തിൽ. ആ നാളും നാഴികയും സംബന്ധിച്ച് സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രനോ യാതൊന്നും അറിയില്ല പിതാവിനല്ലാതെ. അതെ, അവസാന നാളിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പുത്രനൊന്നും അറിയില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്കൊന്നും അറിയില്ല, പിതാവിന് മാത്രമേ അറിയൂ എന്ന് പറയുമ്പോ സർവജ്ഞനായ ദൈവം തമ്പുരാനല്ല യേശു എന്ന് യേശു ഏറ്റു പറയുമ്പോൾ ആ യേശുവിന്റെ വചനങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ. ഖുർആൻ പറയുന്നു, യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കുക, യേശു ക്രിസ്തുവിനെ ആദരിക്കുക. യേശുവിൽ എന്തെങ്കിലും പാപം ആരെങ്കിലും ആരോപിച്ചാൽ അതിനെതിരെ അതിശക്തമായി മുസ്ലിങ്ങൾ രംഗത്തുണ്ട്, യാതൊരു സംശയവുമില്ല. യേശുവിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പക്ഷേ ആരാധിക്കുന്നില്ല. യേശുവിനെ ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ മുസ്ലിമിന് സാധ്യമല്ല. കാരണം യേശു ഞങ്ങളുടെ വിനീതനായ പ്രവാചകനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുവാൻ മുസ്ലിമിന് പാടില്ലാത്തതുപോലെ തന്നെ ഒരു മുസ്ലിം മുഹമ്മദ് നബിയെ ആദരിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ രണ്ടുപേരെയും ആരാധിക്കുന്നില്ല. അതാണ് വ്യത്യാസം. രണ്ടുപേരും പ്രവാചകന്മാരാണ്, രണ്ടുപേരും ദൈവദൂതന്മാരാണ്, ആദരിക്കപ്പെടുന്നവരാണ്. പക്ഷേ ആരാധന ദൈവം തമ്പുരാന് മാത്രം. ഇത് ദൈവം തമ്പുരാന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയാണ് മനുഷ്യർ ശിരസാ വഹിക്കേണ്ടത് എന്നും ദൈവം തമ്പുരാന്റെ കൽപ്പന ശിരസാ വഹിച്ച് അവന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗലോകമെന്നും അതല്ലാതെ സ്വന്തം ഇച്ഛയനുസരിച്ച് ജീവിച്ച് എന്തെങ്കിലും ത്യാഗങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സ്വർഗലോകത്ത് പ്രവേശനം ലഭിക്കുകയില്ല എന്നുമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അതാണ് മുസ്ലിങ്ങൾക്ക് ലോകത്തിന്റെ മുന്നിൽ പറയാനുള്ളത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഇപ്പോൾ കൂട്ടിയപ്പെടുകയുണ്ടായി. യേശുക്രിസ്തു പിതാവിനുമായുള്ള ബന്ധത്തിൽ ലോകത്തിലായിരുന്നപ്പോൾ വേദപുസ്തകം പറയുന്നത് അവൻ വേഷത്തിൽ മനുഷ്യനായി താണിറങ്ങി വന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ പഠനത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ ഒരു മനുഷ്യനായി അവതരിക്കുകയാണ്. മനുഷ്യനായി അവതരിക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ മനുഷ്യനായി അവൻ അവതരിക്കുകയാണ്. വിശക്കുന്ന, നമ്മുടെ വിഷമങ്ങൾ അറിയുന്ന, നമ്മോടുകൂടെ നടക്കുന്ന ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ മനുഷ്യൻ എന്ന രീതിയിലുള്ള അനേക കൊട്ടേഷൻസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. യേശുക്രിസ്തുവിന്റെ ആ ജീവിതത്തിൽ തന്നെ അവന്റെ ദൈവികതയുടെയും ഒളിമിന്നലുകൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു സൃഷ്ടിതാവാണ് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. ചിലത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇവിടെ പറയുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ് വചനം ദൈവം ആയിരുന്നു. എന്നിട്ട് അതിന്റെ താഴെ പറയുകയാണ് ഈ വചനമാണ് സകലവും അവൻ മുഖാന്തരം ഉളവായി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രവചനം, ഈ വസ്തുത എത്രയോ വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണ് എന്ന് ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സൂറ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി.
അപ്പോൾ ദൈവത്തിന്റെ വചനമായ യേശുക്രിസ്തു അവൻ കേവലം ഒരു മനുഷ്യനാണ്, നശ്വരനാണ് എന്ന് പറയുന്നത് എത്രയോ മൂഢത്വമാണ്. ഖുർആൻ പ്രകാരം തന്നെ വചനം അത് നശിക്കേണ്ടതല്ല, ദൈവത്തിന്റെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. മറ്റൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശുക്രിസ്തു മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്ന സത്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. അവൻ സൃഷ്ടാവാണ് എന്ന സത്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. സൃഷ്ടാവ് ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ്? യേശുക്രിസ്തു സൃഷ്ടാവാണ് എന്നതിന് ഇനിയും വാക്കുകൾ ധാരാളമുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക്, എബ്രായ ലേഖനം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ ഈ വാക്കുകൾ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. സൃഷ്ടാവ് അവനാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ സൃഷ്ടിതാവായ ദൈവമാണ് യേശുക്രിസ്തു എന്ന സത്യം അവിടെ കാണുന്നു. മറ്റു സ്ഥലങ്ങളിൽ യേശുക്രിസ്തു ആരാധന സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആരാധ്യനായ യേശുക്രിസ്തു, സൃഷ്ടിതാവായ യേശുക്രിസ്തു, ദൈവത്തിന് ചെയ്യാവുന്ന അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്ത് തന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ച യേശുക്രിസ്തു, മരിച്ചുയർത്തെഴുന്നേറ്റ് താൻ ദൈവമാണെന്ന് തെളിയിച്ച യേശുക്രിസ്തു. ചുരുക്കത്തിൽ യേശുക്രിസ്തു വെറുമൊരു മനുഷ്യനല്ല, അവൻ ദൈവം തന്നെയാണ് എന്ന സത്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. അടുത്തതായിട്ട് തൃത്വത്തിലേക്ക് തിരികെ വരിക ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃത്വം ഞാൻ ആദ്യം പറയുകയുണ്ടായി, സ്നേഹം എന്നുള്ളത് ദൈവമാണ്. ദൈവത്തിന് സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിൽ ബഹുത്വമുണ്ടായേ തീരൂ എന്ന് ഞാൻ പറയുകയുണ്ടായി. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ ചോദിക്കട്ടെ. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവനാണോ? ദൈവം സംസാരിക്കുന്നവനാണോ? ആശയവിനിമയം നടത്തുന്നവനാണോ? ദൈവത്തിന് ആശയവിനിമയം നടത്താൻ കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്നു മുതലാണ് ദൈവത്തിന് ആശയവിനിമയം നടത്തുവാൻ കഴിവ് ലഭിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണോ ദൈവം ആശയവിനിമയം നടത്തി തുടങ്ങിയത്? മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം ആശയവിനിമയം നടത്തി തുടങ്ങിയെന്ന് പറഞ്ഞാൽ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആശയവിനിമയം നടത്താൻ കഴിയാത്ത ഒരു ദൈവത്തെയാണ് നാം കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മുൻപേ ദൈവത്തിൽ തന്നെ ബഹുത്വമുള്ളതായിട്ട് കാണാൻ കഴിയും. തത്വശാസ്ത്രപരമായി പറഞ്ഞാൽ സമ്പൂർണ്ണ ജ്ഞാനികളായ 3 പേരെ നിങ്ങൾ ഉദാഹരണമായിട്ട് വെക്കുക. സമ്പൂർണ്ണ ജ്ഞാനികളായ 3 പേർ, സമ്പൂർണ്ണ ശക്തരായ ആ 3 പേർ, സർവവും അറിയുന്ന ആ 3 പേർ. 3 പേരുണ്ടെങ്കിൽ, സമ്പൂർണ്ണ ജ്ഞാനികളും സമ്പൂർണ്ണ ശക്തരും സമ്പൂർണ്ണ അറിവുള്ളവരും സ്നേഹമുള്ളവരുമായ 3 പേരുണ്ടെങ്കിൽ അത് 3 അല്ല 1 ആണെന്ന് തത്വശാസ്ത്രം തന്നെ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അത് 3 ദൈവമാണെന്നല്ല, തിരിച്ച് സാരാംശത്തിൽ ഏകത്വമുള്ളതും ആളത്വത്തിൽ ബഹുത്വമുള്ളതുമായ ദൈവമാണ്. ഈ ദൈവത്തിൽ ആളത്വത്തിൽ ബഹുത്വമില്ലെങ്കിൽ ആ ദൈവത്തിൽ സൃഷ്ടിക്ക് മുൻപ് അനേക ഗുണവിശേഷങ്ങൾ ഇല്ലാത്ത ദൈവമായിരുന്നു എന്ന് പറയേണ്ടതായി വരും. സൃഷ്ടിക്ക് മുൻപ് സ്നേഹിക്കാൻ കഴിയാത്തൊരു ദൈവം, സൃഷ്ടിക്ക് മുൻപ് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത, ആശയവിനിമയം നടത്താൻ കഴിവില്ലാത്തൊരു ദൈവം. സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അല്പം ഇംപ്രൂവ്മെന്റ് പറ്റി, ദൈവം അല്പം നന്നായി, ദൈവത്തിന് ചില പുതിയ കഴിവുകൾ കിട്ടി എന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവം ബഹുത്വമുള്ള ഏക ദൈവം ആയിരിക്കുക തന്നെ വേണം. ഇവിടെ ത്രിത്വത്തെ അനുകൂലിക്കാൻ വേണ്ടി ബൈബിളിൽ ഒരു വചനമില്ല, യേശുവിന്റെ വചനങ്ങളിലൊന്നുമില്ല. അവസാനം ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ ചോദ്യം ചെയ്യണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിനു വേണ്ടി ദൈവത്തിന് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ബഹുത്വം വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരം ഉള്ള ബഹുത്വത്തിന് എന്താ കുഴപ്പം? 33 കോടി ദൈവങ്ങൾ, ദൈവം സ്നേഹത്തിന് വേണ്ടി അത്ര ദൈവങ്ങളെ പടച്ചു എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു.
അല്ലെങ്കിൽ ഈ രൂപത്തിൽ. അപ്പൊ ദൈവം നീതിമാനാണല്ലോ ദൈവം. അപ്പൊ നീതി നടപ്പാക്കാൻ വേണ്ടി എന്ത് വേണം? അപ്പോ നീതി നടപ്പാക്കണമെങ്കിൽ അന്ന് ത്രിയേക ദൈവത്തിന്റെ നടുവിലുള്ള നീതി നടപ്പാക്കൽ എങ്ങനെയാണ്? സ്നേഹിക്കാനും ത്രിയേക ദൈവത്തിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മകനും പിതാവും പുത്രനും പരസ്പരം സ്നേഹിച്ചു എന്ന് വിചാരിക്കും. അതന്നെ എന്തൊരു വിഡ്ഢിത്താണ്. ഇത് രണ്ടും എല്ലാം ഒന്ന് തന്നെയാണ്, എന്നിട്ടും പരസ്പരം സ്നേഹിക്കാൻ. ഇതിനെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളും അസ്തിത്വ രഹസ്യങ്ങളും നമുക്കറിയില്ല. ദൈവം അറിയിച്ചു തന്നതല്ലാതെ നമുക്കറിയില്ല. അവിടെ ദൈവം തമ്പുരാൻ ത്രിയേകത്വം അറിയിച്ചു തന്നിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ദൈവം തമ്പുരാൻ പ്രവാചകന്മാരിലൂടെ ആരിലൂടെയെങ്കിലും യേശുക്രിസ്തുവിലൂടെയെങ്കിലും ത്രിത്വം ഒരാശയമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ, അറിയിച്ചു തന്നിരുന്നുവെങ്കിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണ് ഏകദൈവം എന്ന ആശയം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. എന്നാൽ അതൊന്നുമില്ല. ഇത് വെറുതെ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ആ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ വിശദീകരണത്തിന് അതീതനാണ്, സംശയമൊന്നുമില്ല. ദൈവം നമ്മുടെ വിശദീകരണങ്ങൾക്ക് അതീതരാണ്. നമ്മുടെ മനസ്സിന് അവന്റെ സാങ്കല്പിക ചിത്രങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യമല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അതിനാണ് എന്തിന് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, പടച്ച തമ്പുരാനെ പഠിപ്പിക്കാൻ, അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് അറിയിച്ചു തരാൻ. അങ്ങനെ പറഞ്ഞയച്ച പ്രവാചകന്മാരാരെങ്കിലും ത്രിയേകത്വം എന്ന ഈ സിദ്ധാന്തം പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇവിടെ സുഹൃത്ത് ആദ്യം ഉദ്ധരിച്ച കുറെ വചനങ്ങൾ.